ബിജെപിയുടെ കരമനച്ചത്ത് നമ്മളോടൊപ്പമുണ്ട്. ഇപ്പോൾ സത്യപ്രതിജ്ഞയൊക്കെ ചെയ്ത് അധികാരത്തിലേറിയിരിക്കുകയാണ്. പുതിയൊരു ഭരണസമിതി ഇവിടെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരിക്കുന്നു എന്നുള്ളതാണ്. ബിജെപിയുടെ വികസിത കേരളം എന്നുള്ള ആ ഒരു ആപ്തവാക്യം ജനങ്ങൾ സ്വീകരിച്ചു എന്ന് വേണ്ടി മനസ്സിലാക്കാൻ. തീർച്ചയായിട്ടും അത് സ്വീകരിച്ചതിൻ്റെ തെളിവാണല്ലോ ഒരു ഭരണമാറ്റം ഇവിടെ ഉണ്ടായത്. ഈ കഴിഞ്ഞ 43 വർഷം CPM നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണസമിതിയായിരുന്നു നമ്മുടെ തിരുവനന്തപുരം നഗരസഭയ്ക്കകത്തുണ്ടായിരുന്നത്. അത് 43 വർഷം അവിടെ നിൽക്കട്ടെ, കഴിഞ്ഞ 5 വർഷം നമുക്കൊന്ന് പരിശോധിക്കാം. കഴിഞ്ഞ 5 വർഷത്തെ ഭരണത്തിൻ്റെ ഈ തിരുവനന്തപുരം നഗരത്തിൻ്റെ ഭരണത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു? വികസന മുരടിപ്പ്, അഴിമതി, സ്വജനപക്ഷപാതം, അതുപോലെ തന്നെ കെടുകാര്യസ്ഥത തുടങ്ങി നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട, ആർക്കും ഒരു തർക്കം വേണ്ട. അതുകൊണ്ടാണല്ലോ തിരുവനന്തപുരത്ത് താമരകൾ 50 എണ്ണം വിരിഞ്ഞത്. അത് ഭരണമാറ്റം. നമ്മുടെ രാജീവേട്ടൻ പറഞ്ഞു മാറാത്തതിനി മാറും. പറഞ്ഞത് രാജീവേട്ടനാണ്, നമ്മുടെ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. അദ്ദേഹം പറഞ്ഞത് എന്ത് അക്ഷരാർത്ഥത്തിൽ ശരിയായിരിക്കുന്നു എന്ന് നിങ്ങൾ നോക്കൂ. തീർച്ചയായിട്ടും ഈ മാറാതെ കിടന്ന ഈ തിരുവനന്തപുരം നഗരത്തിൻ്റെ ഈ വികസന മുരടിപ്പ്, അതുപോലെ തന്നെ ഈ സ്വജനപക്ഷപാതം, ഈ അഴിമതി, ഇതൊക്കെ ജനങ്ങൾ പൊറുതിമുട്ടി. അതിനെതിരെയായിട്ടുള്ള ഒരു വിധിയെഴുത്താണ് ഈ തിരുവനന്തപുരത്ത് കഴിഞ്ഞ 13-ാം തീയതി നടന്ന റിസൾട്ട് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. തീർച്ചയായിട്ടും അവരുടെ പ്രത്യാശയ്ക്ക് വകവരുന്ന രീതിയിൽ, തീർച്ചയായിട്ടും അവരുടെ ആഗ്രഹങ്ങൾ ജനങ്ങൾ, നമുക്കറിയില്ല, ഏറ്റവും കൂടുതൽ പ്രബുദ്ധതയുള്ള ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന കേരളത്തിൽ തന്നെ ഏറ്റവും വലിയൊരു നഗരസഭയാണ് തിരുവനന്തപുരം നഗരസഭ എന്ന് പറയുന്നത്. ഇവിടെ വികസന സാധ്യതകൾ നിരവധിയാണ്. 1 അല്ല 2 അല്ല 3 അല്ല, നിരവധി വികസന സാധ്യതകളുള്ള ഒരു ജില്ലയാണ് നമ്മുടെ തിരുവനന്തപുരം ജില്ല എന്ന് പറയുന്നത്. അന്താരാഷ്ട്ര വിമാനത്താവളം നമുക്കുണ്ട്. അതുപോലെ തന്നെ പോർട്ട്, വിഴിഞ്ഞം പോർട്ട് നമ്മുടെ ഈ ജില്ലയ്ക്കകത്താണ് വരുന്നത്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് IT മേഖലകളിൽ വിപ്ലവാത്മകമായ മാറ്റം സൃഷ്ടിക്കുവാൻ വേണ്ടി ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു സ്ഥലമാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത്. ടെക്നോ പാർക്ക് പോലുള്ള നിരവധി സ്ഥാപനങ്ങൾ ഈ തിരുവനന്തപുരത്തുണ്ട്. അതുകൊണ്ട് നിരവധി വികസന സാധ്യതകളുള്ള ഒരു നഗരമാണ് നമ്മുടെ നഗരം. പക്ഷേ കേരളം വിട്ട് മറ്റ് സംസ്ഥാനങ്ങൾ നിങ്ങൾ നോക്കുക. കേരളത്തിൽ കഴിഞ്ഞ 11 വർഷക്കാലം ഈ തിരുവനന്തപുരം ഒഴിച്ച്, ഈ കേരളത്തിൻ്റെ മറ്റ് ജില്ലകളെ ഒഴിച്ച് ഒന്ന് നോക്കുക. നിങ്ങൾ നോക്കുന്ന സമയത്ത് മറ്റ് എല്ലാ ക്യാപിറ്റൽ സിറ്റികളുടെയും വികസനം എന്തുമാത്രം കുതിക്കുന്നു. തിരുവനന്തപുരം കിതക്കുകയാണ്. എന്നാൽ കിതയ്ക്കുന്നതിനൊരു പരിഹാരം കാണാൻ ഇവർക്ക് സാധിക്കുന്നില്ല എന്നുള്ള കാര്യം നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ടാണല്ലോ തെരഞ്ഞെടുപ്പ് റിസൾട്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായി വന്നത് എന്ന് നമുക്ക് പറയുവാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും വികസനം ഈ തിരുവനന്തപുരം നഗരത്തിനകത്ത് വികസനം ഉണ്ടാകും. കാരണം നമ്മുടെ രാജീവേട്ടൻ പറഞ്ഞു, അധികാരത്തിൽ വന്ന് 45 ദിവസം കഴിയുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഈ തിരുവനന്തപുരത്തെത്തും. എല്ലാ വിഷയങ്ങൾക്കും ഒരു ബ്ലൂ പ്രിൻ്റ് ഉണ്ടാക്കും, ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കും എന്ന് രാജീവേട്ടൻ പറഞ്ഞു. അത് ശരിയാണ്. മാലിന്യ വിഷയത്തിനൊരു പരിഹാരം കാണണ്ടേ നമുക്ക്? വിളപ്പിശാലയിലെ മാലിന്യ സംസ്കരണ പ്ലാന്റ് പൂട്ടിയതിനു ശേഷം എന്തായി തിരുവനന്തപുരത്തിൻ്റെ അവസ്ഥ? മാലിന്യം കൊണ്ട് കുമിഞ്ഞുകൂടിയിരിക്കുന്നു ഈ തിരുവനന്തപുരം. ഒരു കേന്ദ്രീകൃതമായ മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ വേണമെന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി, കേന്ദ്ര ഗവൺമെൻറ് പറയുമ്പോൾ എന്തുകൊണ്ട് തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്ന പ്ലാന്റുകൾ കൂടി പൂട്ടിയിരിക്കുന്നു? ഒരു കേന്ദ്രീകൃത മാലിന്യ സംസ്കരണ പ്ലാന്റ് ഉണ്ടാകണമെന്ന് പറഞ്ഞത് നമ്മുടെ മുഖ്യമന്ത്രിയും അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വേണം, അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കേന്ദ്രീകൃതമായ ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ ഉണ്ടാകണം. എന്തുകൊണ്ട്? പണമില്ലാത്തതുകൊണ്ടാണ്. സ്വച്ഛ് ഭാരതിൻ്റെ വിഷയത്തിൽ കഴിഞ്ഞ 11 വർഷക്കാലം എത്ര കോടി രൂപയാണ് ഇവിടെ വന്നത്? എന്തുകൊണ്ട് ആ പണമൊക്കെ എന്ത് ചെയ്തു? മാലിന്യ വിഷയത്തിൽ ഒരു മാറ്റം ഉണ്ടാകണ്ടേ? ഒരു ശാശ്വതമായ പരിഹാരം കാണണ്ടേ? അതുണ്ടാകും. അതുപോലെ നായ്ക്കളുടെ വിഷയം, ഈ തിരുവനന്തപുരം നഗരത്തിൽ ഇറങ്ങി നടക്കാൻ പ്രഭാത സവാരിക്ക് പോലും പോകാൻ പറ്റാത്ത അവസ്ഥ. പ്രഭാത സവാരിക്ക് പോകുന്ന ആൾക്കാരെ നായ്ക്കൾ ഉപദ്രവിക്കുന്നു. തെരുവോരങ്ങളിൽ നടക്കുവാൻ സാധിക്കുന്നില്ല. വിദ്യാലയങ്ങൾക്ക് കുട്ടികൾക്ക് പോകാൻ പറ്റുന്നില്ല. എയറോഡ്രാമുകളിൽ നായ്ക്കളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. റെയിൽവേ സ്റ്റേഷനുകളിൽ നായ്ക്കളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. എന്തിനേറെ പറയുന്നു, സ്കൂളുകളിൽ നായ്ക്കളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. എന്തിനേറെ പറയുന്നു, ഒരു കടിയേറ്റ ആശുപത്രിയിൽ പോയാൽ അവിടെ വരെ നായ്ക്കൂട്ടങ്ങളായി മാറിയിരിക്കുന്നു. ഇതിനൊരു പരിഹാരം കാണണ്ടേ? ഈ തിരുവനന്തപുരം നഗരത്തിലെ വെള്ളക്കെട്ടിനൊരു ശാശ്വതമായ പരിഹാരം കാണണമെന്നുമുണ്ട്. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോൾ നമ്മുടെ ആരാധ്യനായ രാജീവ് ചന്ദ്രശേഖർ കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടതിന് ശേഷം ബന്ധപ്പെട്ട് അതിനു വേണ്ട പണം തിരുവനന്തപുരം നഗരത്തിലെ വെള്ളക്കെട്ടിന് ശാശ്വതമായ പരിഹാരം കാണുവാൻ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിന് 150 കോടി രൂപയാണ് അനുവദിക്കപ്പെട്ടത്.
അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം, തിരുവനന്തപുരം നഗരസഭ 50 കോടി, 200 കോടി രൂപയുടെ വികസന സാധ്യതയാണ് കഴിഞ്ഞ 1.5 വർഷത്തിന് മുമ്പ് കേന്ദ്ര ഗവൺമെൻറ് സഹായിച്ചപ്പോൾ അതിനൊരു പരിഹാരം കാണാൻ ഒരു എസ്റ്റിമേറ്റ് പോലും തയ്യാറാക്കിയില്ല. സഭയിൽ നിരവധി പ്രാവശ്യം ഞാൻ ചോദിച്ചതാണ്, എന്തുകൊണ്ട് അതിനൊരു പ്രോജക്റ്റ് തയ്യാറാക്കി ഉണ്ടാകണമെന്ന് ചോദിച്ചപ്പോൾ അതിനൊരു മിണ്ടാട്ടമില്ല, സഭയിൽ ഉത്തരമില്ല. അത്തരം വെള്ളക്കെട്ടിനൊരു ശാശ്വത പരിഹാരം കാണണ്ടേ? വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം കാണില്ല. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ മുഴുവൻ പ്രദേശങ്ങളിലും അമൃത് പ്രോജക്റ്റ് വഴി കോടിക്കണക്കിന് രൂപയാണ് അനുവദിക്കപ്പെട്ടത്. 33% ഇവിടെ ചിലവഴിച്ചത്. ഡ്രെയിനേജ് സംവിധാനം 33 വാർഡുകൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ 101 വാർഡുണ്ട്. എല്ലാ വാർഡുകളിലും ഡ്രെയിനേജ് സംവിധാനം ഉണ്ടാകണ്ടേ? ഇവിടെ പകർച്ചവ്യാധികൾ പെരുകുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഡ്രെയിനേജ് സംവിധാനം അതാത് സ്ഥലങ്ങളിൽ ചെയ്തു തീർക്കുവാൻ അത് പണമില്ലാത്തത് കൊണ്ടാണോ? അമൃതലായിരുന്നാലും അതുപോലെ തന്നെ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് സ്വച്ഛ് ഭാരത് മിഷൻ വഴിയായിരുന്നാലും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയാണ് അനുവദിക്കപ്പെട്ടത്. എന്തുകൊണ്ട് ഇത് ചെയ്തു തീർക്കുവാൻ ഈ പറയുന്ന ഭരണസമിതിക്ക് സാധിക്കുന്നില്ല എന്നൊരു ചോദ്യത്തിന് ഉത്തരമാണ് ഈ തെരഞ്ഞെടുപ്പ് വിധി. തീർച്ചയായിട്ടും വികസനം കൊണ്ടുവരുവാൻ, ഇത്തരം നാനാ വിഷയങ്ങൾക്കും പരിഹാരം കാണുവാൻ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ BJPയുടെ ഒരു ഭരണസമിതി ഈ തൂവെള്ള കൊട്ടാരത്തിൽ ഉണ്ടായാൽ മാത്രമേ ഇത് നടപ്പിലാക്കുകയുള്ളൂ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് തിരുവനന്തപുരത്തിലെ പ്രബുദ്ധതയുള്ള ജനം നമുക്കനുകൂലമായി വിധി എഴുതിയത്. തീർച്ചയായിട്ടും അതിനൊരു പരിഹാരം കാണും. ഈ തിരുവനന്തപുരം കഴിഞ്ഞ 43 വർഷക്കാലം കാണാത്തൊരു വികസനം ഈ തിരുവനന്തപുരത്ത് 5 വർഷം കൊണ്ട് ആരാധ്യനായ നരേന്ദ്രമോദിയുടെ കരങ്ങൾക്ക് ശക്തി പകർന്ന ഇവിടുത്തെ ജനങ്ങളോട് ഞങ്ങൾക്ക് കടപ്പാടുണ്ട്. ആ കടപ്പാട് ഞങ്ങൾ ചെയ്തു തീർത്തിരിക്കും. അതിന് തർക്കം വേണ്ട, യാതൊരു സംശയവും വേണ്ട. ഈ ആദ്യ ദിനം തന്നെ ഒരു വിവാദത്തിലേക്ക് കൂടി കടന്നിരിക്കുകയാണ്. ഈ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്ക് ശേഷം ഗണഗീതം പാടിയതിനെ വിമർശിച്ച് ഇപ്പോൾ പ്രതിപക്ഷം കൂടെ രംഗത്തെത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അവർ വിമർശിക്കാത്തത് എന്തുണ്ട്? തൊട്ടതിനും പിന്നതിനും എല്ലാം വിമർശനമാണല്ലോ അവർക്കുള്ളത്. അതിൽ ഏതെങ്കിലും വരികൾ ദേശവിരുദ്ധമായ വരികളുണ്ടോ? നിങ്ങൾ പരിശോധിക്കണം. നിങ്ങൾ പത്രക്കാരല്ലേ, നിങ്ങൾ പരിശോധിക്കണം. എന്തെങ്കിലും തരത്തിലുള്ള വർഗീയപരമായി ചിത്രീകരിച്ചിട്ടുണ്ടോ ആ വരികളിൽ? ഏതെങ്കിലും തരത്തിലുള്ള ദേശവിരുദ്ധ വരികൾ അതിലുണ്ടോ? അവിടെ പാടിയത് ഗണഗീതമാണ്. രാഷ്ട്രത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി, ഈ രാഷ്ട്രത്തിൻ്റെ ഒരുമയ്ക്ക് വേണ്ടിയുള്ള ഗാനമാണ് ആ ഗാനം. ആ ഗാനത്തിനെ വർഗീയമായി ചിത്രീകരിക്കുന്നത് അവരുടെ കണ്ണിലെ കരടായതുകൊണ്ടാണ്. അതുകൊണ്ട് അത്തരത്തിൽ അത് വിമർശനങ്ങൾ നിരവധി കേട്ടിട്ടുള്ളൊരു പ്രസ്ഥാനമാണെന്ന് ഭാരതീയ ജനതാ വിമർശിക്കും തോറും ഭാരതീയ ജനതാ പാർട്ടി വളർന്നുകൊണ്ടിരിക്കുകയാണ്. വിമർശിക്കട്ടെ. ഒരു മൂലയിലിരുന്ന് അവർക്ക് ഈ എന്തോ ഒരു പഴഞ്ചൊല്ല് പറയും. ആ പഴഞ്ചൊല്ല് പോലെ ഈ കരഞ്ഞുകൊണ്ടിരിക്കും. തീർച്ചയായിട്ടും അതിനൊക്കെ പരിഹാരം കാണാൻ ദേശീയ ജനാധിപത്യ സഖ്യവും BJPയും മുൻപന്തിയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കും. അവർക്ക് വിമർശിക്കുകയോ വിമർശിക്കാതിരിക്കുകയോ സപ്പോർട്ട് ചെയ്യാതിരിക്കുകയോ എന്ത് വേണമായിക്കോട്ടെ, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിരന്തരം ചെയ്തുകൊണ്ടേയിരിക്കും. ഒരിക്കൽ നരേന്ദ്രമോദിയോട് ഒരു കൊച്ചുകുട്ടി മൻ കി ബാത്ത് പരിപാടിയിൽ ചോദിച്ചു, നിങ്ങൾ എന്തെങ്കിലും പ്രധാനമന്ത്രിയാകുവാൻ പറ്റുമെന്ന് താങ്കൾ വിചാരിച്ചിരുന്നോ എന്ന്. അപ്പോൾ നരേന്ദ്രമോദി പറഞ്ഞ വാക്കുകളുണ്ട്. അദ്ദേഹം പറഞ്ഞത്, എനിക്ക് എന്നെങ്കിലും പ്രധാനമന്ത്രി ആകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടല്ല, ആഗ്രഹിച്ചുകൊണ്ടല്ല ഞാൻ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ നിരന്തരം പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. ജനങ്ങളുമായിട്ട് ജനകീയ വിഷയങ്ങൾ, ജനഹിതം മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം ഞാൻ പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നു. ആ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ എത്തേണ്ടിടത്തെത്തി. അല്ലാതെ ഞാൻ ഇന്നതാകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടല്ല ഞാൻ പ്രവർത്തിക്കുന്നത്. ഭാരതീയ ജനതാ പാർട്ടിയുടെ ഓരോ പ്രവർത്തകരും എന്താകണം എന്നുദ്ദേശിച്ച് പ്രവർത്തിക്കുന്നവരല്ല. ഞങ്ങൾ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാകും. ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി, ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കും. നാടിൻ്റെ വികസനത്തിന് വേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കും. ജനങ്ങൾ നമ്മോടൊപ്പം ഉണ്ടാകും. കഴിഞ്ഞ 2010 നിങ്ങൾക്കറിയാലോ, കേവലം 6 സീറ്റ് മാത്രമാണ് നമുക്കുണ്ടായിരുന്നത്. 2015 ആയപ്പോൾ അത് 35 താമര വിരിഞ്ഞു. 2020 35 താമര വിരിഞ്ഞു. ഒരു കൗൺസിലർമാരും ഉണ്ടാകാൻ സാധിക്കപ്പെടാത്ത കാലാംശങ്ങളിൽ പ്രവർത്തിച്ചവരാണ് ഞങ്ങളെല്ലാവരും. പക്ഷേ ഇന്നിപ്പോൾ ഭരണത്തിലെത്തുവാനുള്ള സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് രാജീവ് ചേട്ടൻ പറഞ്ഞത്, മാറാത്തതിനി മാറും. ആ മാറ്റം അനിവാര്യമാണ്. വികസനം അത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. മറ്റൊന്നും നമ്മുടെ ലക്ഷ്യമല്ല, വികസനമാണ് നമ്മുടെ ലക്ഷ്യം. ഈ നാടിൻ്റെ വികസനം, ഈ നാടിൻ്റെ സമഗ്രമായ വികസനം, ഈ നാടിൻ്റെ സുസ്ഥിരമായ വികസനം, ആ വികസനത്തിന് വേണ്ടി ഭാരതീയ ജനതാ പാർട്ടി മുന്നിട്ടിറങ്ങും. അതുപോലെ തന്നെ അത് സാക്ഷാത്കരിക്കുവാനുള്ള കർമ്മപദ്ധതിയുമായി ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോകും.
തീർച്ചയായിട്ടും വിമർശനങ്ങളും എതിർപ്പുകളും ഒന്നും തങ്ങളെ ബാധിക്കില്ല. BJP വികസിത കേരളത്തിലൂന്നിയ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് BJPയുടെ നിലപാട്. ക്യാമറാമാൻ സനിൽകുമാറിനൊപ്പം ആതിര രാധാകൃഷ്ണൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.